ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാല കഴുത്തിലിട്ടിരിക്കുന്ന നിന്റെ അമ്മയ്ക്ക് കണിമംഗലത്തു നിന്നും എന്തെങ്കിലും അപമാനം ഏൽക്കേണ്ടി വന്നാ നിനക്ക് വിഷമമുണ്ടോ? എനിക്കെന്ത് വിഷമം? സ്വന്തം ചോരയിൽ പിറന്ന എന്നെ തള്ളിക്കളഞ്ഞിട്ട് ആ രാധികയെ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയും ഞാൻ എന്നെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചു മുത്തശ്ശി. പിന്നെ അവര് നാണം കെട്ടാൽ എന്താ, ചത്താൽ എന്താ? അവര് ചോദിക്കുന്ന സത്യമല്ലേ? നമ്മളിങ്ങനെ പരിപൂർണമായിട്ട് മാറിയെന്ന് അവരെന്താ കരുതുക? സത്യം പറഞ്ഞ പ്രിയങ്ക തിരിച്ചു വന്ന കാര്യം നമ്മൾ നേരിട്ട് വിളിച്ച് പറയേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് നിർത്തുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാ. പ്രിയങ്കമ്മളുടെ കാര്യത്തില് എന്തു പറഞ്ഞു വിളിച്ചു പറയാനാ നമ്മള്? സത്യത്തില് പ്രിയങ്കയുടെ തിരിച്ചുവരവ് അവിടെയുള്ളവരെ പേടിപ്പിക്കുന്നുണ്ടാവൂലേ? ഉണ്ടാവും. അവസരം ഉപയോഗിക്കാൻ അറിയാവുന്നവര് അവിടെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും നാളെ അവിടെ ചെല്ലുമ്പോ എല്ലാം വിശദമായിട്ട് തന്നെ പറയണം. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നവരാ പരമേശ്വരനും പത്നി. മുത്തശ്ശി എന്താ ആലോചിക്കുന്നേ? ഒരു കാര്യം എത്ര ആലോചിച്ചിട്ടോ എനിക്ക് പിടികിട്ടുന്നില്ല മോളെ. എന്താ? ആ ഗൗതം ഒരു മാല കൊണ്ടു തന്നില്ലേ? ആ മാല യശോദയ്ക്ക് കൊടുക്കണം. യശോദയുടെ കഴുത്തിൽ ഉണ്ടാവണമെന്നും പറഞ്ഞു. ഇപ്പൊ ദേ ഉർവശി കുറച്ചു മുമ്പേ വിളിച്ച് മാല യശോദയുടെ കഴുത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ, നീ കുറെ കാലം ആ രണ്ടെണ്ണത്തിന്റെ കൂടെ കഴിഞ്ഞതല്ലേ? എന്തായിരിക്കും മോളെ അവരുടെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശി. പക്ഷെ മോളെ, ഇതിലെന്തോ കുഴപ്പമുണ്ട്. ആ മാല കണ്ടിട്ടേ അത് പാരമ്പര്യമായി സൂക്ഷിച്ച ആഭരണം പോലെയാ തോന്നിയത്. അങ്ങനെയാണെങ്കിൽ അത് കണിമംഗലംകാര് പാരമ്പര്യമായി സൂക്ഷിച്ചിരുന്നതാവാം. അല്ല, അതെന്തിനാ യശോദയ്ക്ക് കൊടുക്കുന്നേ? എന്തു വന്നാലും സ്നേഹം കൊണ്ട് ഉർവശിയും ഗൗതമും യശോദയ്ക്ക് ആ മാല കൊടുക്കില്ല. വിഷയം ശത്രുതയാ. അല്ല, രാധിക ഇത് വെച്ച് പൂട്ടാവുന്നവര് പറഞ്ഞു. അതെങ്ങനെ പൂട്ടും? മുത്തശ്ശി, ഏട്ടത്തെയും ചെറിയമ്മയും പരസ്പരം വെട്ടുന്ന സൈസാ. എവിടെ നിന്നാ വാളെടുത്ത് കുത്തുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ആ, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കുറച്ചു മുമ്പേ ദേവനെ യശോദയും രാധിക വിളിച്ചിരുന്നു. അവള് നിർബന്ധിച്ചിട്ട് അവര് രണ്ടുപേരും കണിമംഗലത്തേക്ക് ചെല്ലുന്നുണ്ട്. ഉർവശിയുടെ വിളിയും നാളെ രാവിലെ ഇവർ രണ്ടുപേർക്കുമുള്ള ക്ഷണവും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോ മിക്കവാറും ഒരു പണി ഇവർക്ക് കിട്ടും. ആ, അല്ല മോളെ, മാല കഴുത്തിലിട്ടിരിക്കുന്ന നിന്റെ അമ്മയ്ക്ക് കണിമംഗലത്തു നിന്നും എന്തെങ്കിലും അപമാനം ഏൽക്കേണ്ടി വന്നാ നിനക്ക് വിഷമമുണ്ടോ? എനിക്കെന്ത് വിഷമം? സ്വന്തം ചോരയിൽ പിറന്ന എന്നെ തള്ളിക്കളഞ്ഞിട്ട് ആ രാധികയെ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയും ഞാൻ എന്നെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചു മുത്തശ്ശി. പിന്നെ അവര് നാണം കെട്ടാൽ എന്താ, ചത്താൽ എന്താ? എനിക്ക് ഈ ലോകത്ത് മുത്തശ്ശി മാത്രമേ ഉള്ളൂ. എനിക്കത് മതി. എന്തായാലും നാളെ നേരം വിളിക്കട്ടെ. എന്റെ ഭഗവാനേ, ഉർവശിയും ഗൗതമവും ഒക്കെ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊരു കുറവും വരുത്താതെ നടത്തി കൊടുക്കണേ. രാധികയും ദേവനും യശോദയും ഒക്കെ ചക്രശ്വാസം വലിക്കുന്നത് കാണിച്ചു തരണേ ഭഗവാനേ. മോളെ, കഴിച്ചോ, വയറ് നിറച്ചു കഴിച്ചോ. ഹലോ മോളെ. എന്ത് രസ ഫിദ മാഡം മോളേന്ന് വിളിക്കുന്ന കേൾക്കാൻ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ വിളിക്കാറ്? അതെ, എന്നാലും പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോ എന്താന്നറിയില്ല, മനസ്സിനൊരു വല്ലാത്ത സന്തോഷം വരും. ശരി, എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്? അമ്മയച്ഛനും രാവിലെ കണിമംഗലത്തേക്ക് വരുന്നുണ്ട്.
എന്താ കാര്യം? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമല്ല, വെറുതെ വരുന്നു. ഇന്നലെ വരുണിന്റെ അമ്മ അച്ഛനും അമ്മയും വരാത്തതിനെ കുറിച്ച് ചോദിച്ചു. ഞാനത് അപ്പൊ തന്നെ അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ടാ വരുന്നേ. പ്രിയങ്കയുടെ വരവ് കാരണം ആറ്റുശ്ശേരിയിലെ എല്ലാ കാര്യങ്ങളും ആകെ കുഴപ്പാ. അതിന്റെ ഇടയിൽ നിന്ന് പോരാൻ പറ്റണ്ടേ പാവങ്ങൾക്ക്? പ്രിയങ്കയുടെ അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല അല്ലേ? ഇല്ല, അവള് ഭക്ഷണം പോലും നേരെ ചൊവ്വ കഴിക്കുന്നില്ല. ഇവിടെ ചെറിയമ്മ ഏട്ടത്തെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും അതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞാനതിൽ കുറ്റക്കാരിയാണോ മാഡം? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടായാ അത് വരുണിനോട് പറയണ്ടേ. അതിനുള്ള മറുപടിയൊക്കെ അവനറിയാം. വരുൺ ഏത് കാര്യത്തിന് എന്റെ കൂടെ തന്നെയുണ്ട്. അതാ എന്റെ സമാധാനം. ഭാഗ്യാണ് മോളെ. വിവാഹം ഒരേ സമയത്ത് സന്തോഷവും അതേസമയം പേടിയുണ്ടാവുന്ന കാര്യ. വിവാഹം പുതിയൊരു ജീവിതത്തെക്കുറിച്ച് സന്തോഷിക്കും. പക്ഷേ കൂടെ വരുന്ന ആള് മനസ്സിന് ചേരുന്നതല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ജീവിതം നരകമാവാൻ അത് മതി. അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സ്വർഗത്തിലാ. വരുണിനെ അങ്ങനെയാ കൊണ്ട് നടക്കുന്നത്. ഊണിലും ഉറക്കത്തിലും അമ്മയുടെ മനസ്സിൽ മോക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വരുൺ എപ്പോഴും പറയും, ഒരു പെറ്റമ്മയ്ക്കല്ലാതെ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ പെറ്റമ്മ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ മോൾ എന്നെ കാണുന്നേ? അതെ, എന്നെ പ്രസവിച്ച അമ്മയ്ക്ക് എത്ര സ്ഥാനമുണ്ടോ അത്ര തന്നെയുണ്ട് ഫിദ മാഡത്തിനുള്ള സ്ഥാനം എന്റെ മനസ്സിൽ. അച്ഛനമ്മയും വരുന്നോണ്ട് ജോലിയൊക്കെ ഒരുപാടുണ്ടല്ലേ? ആ, കൊറേണ്ട്. എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം കിടക്കാൻ. ശരി, എന്നാ മോൾ അതൊക്കെ ചെയ്തോ. അച്ഛനും അമ്മയും വന്നിട്ട് പോയിട്ട് എന്നെ വിളിക്കണം കേട്ടോ. വിളിക്കാമേ? അല്ല മാഡം. ഹേ, അമ്മയെന്നുള്ള വിളി തന്നെ മതി. അതാ എനിക്ക് സന്തോഷം. എന്തുപറ്റി ശ്യാമേ? ഒന്നുമില്ല എടുത്തേ, സന്തോഷം കൊണ്ടാ. ഞാൻ അവളുടെ പെറ്റമ്മയാണെന്ന് ഞാൻ അവള് പറഞ്ഞു. ഞാൻ അവളെ മോളെന്ന് വിളിക്കുമ്പോ എന്തെന്നറിയാത്തൊരു സന്തോഷം കിട്ടുന്നു എന്ന് അവള് പറഞ്ഞു. അതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടേ? നിങ്ങൾ തമ്മിൽ ഒരു മറയിട്ട് നിന്നാലും ഈ പ്രകൃതിക്ക് അറിയാലോ അമ്മയും മോളെ എങ്ങനെ അടുപ്പിക്കണോന്ന്. സത്യ, ഇപ്പൊ എനിക്കൊരു ധൈര്യമൊക്കെ തോന്നുന്നു എടുത്തേ.